ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. ഞാനിപ്പോ റൈറ്ററാണ്. കഴിഞ്ഞ വർഷം വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. ഊഞ്ഞാല് കുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങളെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനിയൊരു പുസ്തകം എഴുതുമ്പോ ഞാൻ പ്രകാശനം ചെയ്യും. എന്റെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ? കുട്ടിക്ക് ആവശ്യമുള്ള പുസ്തകം മേടിച്ചു കൊടുക്കുന്നു. എനിക്കിപ്പോൾ ഞാൻ ലൈബ്രറിയിൽ നിന്നാണ്, സ്കൂൾ ലൈബ്രറിയിൽ നിന്നും എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്നുമാണ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുള്ളത്. പക്ഷെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങൾ തിരികെ കൊടുക്കാൻ ഒരു മടി പോലെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് തന്നത്. ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്. ഏതോ ഒരു നാട്ടിലൊരു രീതി ഉണ്ടല്ലോ, ഈ മുതിർന്നവരെ കാലം ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്ക് യു. കുറേ പുസ്തകങ്ങൾ തന്നു, വിചാരിച്ചതിലും കൂടുതലുണ്ടായിരുന്നു. അടിപൊളി സാറിന് നന്ദി അറിയിച്ചിരിക്കണം. വായനയിലും എഴുത്തിലും കഥകൾ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ച് ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് കഥ പറയാനായിട്ട് മോള് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വരദയുടെ വായനാ ലോകം എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു. ഒരു അരമണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തത് വായനയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, വായന എങ്ങനെയാണ് വരദ മുന്നോട്ട് കാണുന്നത്, അങ്ങനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു ഒരു സെഷൻ. അപ്പോൾ ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിലും ഒരു സെഷനുണ്ട്. അതിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. സാർ എനിക്ക് പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം സാറിന് ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോ എന്ന് ചോദിച്ചത്. ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഫുൾ മുറിയായിട്ട് ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ അടുത്ത പുസ്തകം എഴുതി കഴിഞ്ഞാൽ യൂസഫ് അലി സാറ് പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ആ പുസ്തകം എഴുതി തുടങ്ങുവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ജനുവരി ആകുമ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ പറ്റുമെന്നാണ്. ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുസ്തകങ്ങൾ കൂടി ഉണ്ടാകും. അകത്തു നിന്ന് ഒരു കൊക്കിക്കുരയുടെ വാതിൽ കടന്നു വന്ന അമ്മ ചോദിച്ചു, എന്താ അത്ര നേരത്തെ? ഇല്ലത്ത് അടക്ക വറുക്കാനാവും വന്നത്. വാതിലിനപ്പുറത്ത് ദൈവവും സ്ഥലം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ രണ്ടാം മുട്ടെന്ന് എടുത്താ സുമിത്രേ? ദേവു ഓർമ്മിപ്പിച്ചു. പലഹാരം ഇപ്പം ഉണ്ടാക്കാന്ന് പറ സുമിത്രേ, ചായ കഴിച്ചിട്ട് പോകാം. സുമിത്ര അത് കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.